ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിയൽ ടേസ്റ്റ്. അപ്പോൾ ഞാനിന്നിവിടെ പച്ചമാങ്ങ, മുരിങ്ങാക്കോൽ, പരിപ്പ്, തേങ്ങ അരച്ച് വെച്ചിട്ടുള്ളൊരു കറിയാണ് ചെയ്യാവുന്നത്. ഞാൻ ഇവിടെ പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, ഉണക്കമുളക്, പിന്നെ വേപ്പില, പിന്നെ വറുത്തിടാനായിട്ട് കടുക്, ഉലുവ, തേങ്ങയുടെ പകുതി എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കണം. പരിപ്പ് വേവിക്കാനായിട്ട് ഞാനിതിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഉപ്പ്, പിന്നെ ഒരു പച്ചമുളക്, കറിവേപ്പില ഇട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ പരിപ്പ് ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ അധികം വലിച്ച് നീട്ടുന്നില്ല, ബോറടിപ്പിക്കാൻ പാടില്ലല്ലോ. ഞാൻ ഇപ്പോൾ മാങ്ങ ഇട്ട് കൊടുത്തു. പരിപ്പ് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ മാങ്ങ ഇട്ട് കൊടുത്തു, മുരിങ്ങാക്കോൽ ഇട്ട് കൊടുത്തു. ഇനി ഇതിനെ നമുക്ക് 2 മിനിറ്റ് മൂടി വെച്ച് ചെറിയ തീയിൽ വേവിക്കണം. അപ്പോൾ നമ്മുടെ പരിപ്പും മുരിങ്ങാക്കോലും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. മാങ്ങയ്ക്ക് ഭയങ്കര പുളിയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ മതി. പിന്നെ ഞാനിവിടെ തേങ്ങ, 2 പച്ചമുളകും, കറിവേപ്പിലയും, ഉണക്കമുളകും ചേർത്ത് അരച്ചത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ നിന്ന് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ കറി ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഹൈ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ചട്ടിക്കലത്തിലാണ് വച്ചിരിക്കുന്നത്. ചട്ടിക്കലം പെട്ടെന്ന് ചൂടാവും, അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കറി ഏകദേശം തിളച്ച് വരുന്നുണ്ട്. പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമുണ്ട്, ഇതിൽ ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, മഞ്ഞൾപ്പൊടി മാത്രം ചേർക്കുന്നുള്ളൂ. പിന്നെ എരിവിന് ചേർക്കുന്നത് പച്ചമുളകും ആണ്. പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണവർക്ക് കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉണക്കമുളകും ഞാൻ തേങ്ങ അരച്ചപ്പോൾ അതിലിട്ട് അരച്ച് ചേർത്തായിരുന്നു. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് കടുക് വറുക്കണം. കടുക് വറുത്തിടാനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അത് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഉലുവയും കടുകും ചേർത്ത് കൊടുത്തു. കടുക് ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു സബോളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്തൊരു ബ്രൗൺ ഷെയ്ഡായി കഴിയുമ്പോൾ നമുക്ക് ഇത് നമ്മുടെ കറിയിലേക്ക് താളിച്ച് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർ പച്ചമുളകിൻ്റെ അളവ് കൂട്ടണം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണത്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരയ്ക്കും ബൈ.